ഹലോ ഗൈസ്, നമുക്ക് എം ജി യൂണിവേഴ്സിറ്റിയിൽ യു ജിയുടെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിൻ്റെ പ്രോസസ്സാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ ഗൂഗിളിൽ കയറി mgu.ac.in എന്നുള്ള വെബ്സൈറ്റ് എൻ്റർ ചെയ്യുക. ദെൻ എം ജി യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് വരും. അതിൽ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എടുക്കുന്നുണ്ട്. സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ അവരുടെ വെബ്സൈറ്റ് വന്നു. ഇതാണ് എം ജി യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ്. എം ജി യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ യു ജി ക്യാപ്പ് എടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ അപ്കമ്മിങ് ഷെഡ്യൂൾസിൽ ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡിൽ. അത് ചെക്ക് ചെയ്ത് നോക്കുക. ഓൺലൈൻ ആപ്ലിക്കേഷൻ 7th എൻഡ് ചെയ്യും. ഫസ്റ്റ് ട്രയൽ അലോട്ട്മെൻറ്റ് 12th വരും. സോ അതിനുള്ള കാൻഡിഡേറ്റ്സിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിൻ്റെ ഇൻസ്ട്രക്ഷൻസാണ് കൊടുത്തിരുന്നത്. ദെൻ ഇനി ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻസ്ട്രക്ഷൻസ് എല്ലാം വായിച്ചതിന് ശേഷം ഫസ്റ്റ് തന്നെ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അക്കൗണ്ട് ക്രിയേഷനും പേഴ്സണൽ ഡീറ്റെയിൽസ്, ഓപ്ഷൻ സെലക്ഷൻ, ഫീ പേയ്മെൻറ്റ്, അപ്ലോഡ് സർട്ടിഫിക്കറ്റ്, ഫൈനൽ സബ്മിഷൻ, ഇതാണ് പ്രോസസ്സ് വരുന്നത്. അക്കൗണ്ട് ക്രിയേഷനിൽ +2 മാർക്ക്, ഇയർ ഓഫ് പാസിംഗ്, ഡേറ്റ് ഓഫ് ബർത്ത്, ആധാർ കാർഡ്, പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക, +2 രജിസ്റ്റർ നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി ഇതാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. സോ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം തന്നിരിക്കുന്ന വെരിഫൈ ദാറ്റ് യു ആർ ഹ്യൂമൻ 5+2 എന്നുള്ള ചെയ്ത് 7 അടിക്കുക. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. ശ്രദ്ധിച്ച് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക, കാരണം ഇതാണ് നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. +2 ബോർഡ് ഏതാണെന്നുള്ളത് ശ്രദ്ധിച്ച് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. +2 ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ കേരള ആണെങ്കിൽ കേരള കൊടുക്കുക. ഡീറ്റെയിൽസ് ശ്രദ്ധിച്ച് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ദെൻ +2 ബോർഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷം ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ID വരും. അതിനുശേഷം പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് വരുന്നത്. നെയിം ഓഫ് ആപ്ലിക്കൻ്റ്, രജിസ്റ്റർ നമ്പർ, ആധാർ നമ്പർ, റിലീജിയൻ, കമ്മ്യൂണിറ്റി, കാസ്റ്റ്, സെക്സ്, നെയിം ഓഫ് ഫാദർ, ഗാർഡിയൻ, നാഷണാലിറ്റി, ആനുവൽ ഇൻകം, ദെൻ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കൊടുക്കുക. എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്യുന്നത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. ദെൻ മൊബൈൽ നമ്പർ, അത് ഡീറ്റെയിൽസ് നമ്മൾ ഫസ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് ഇതിൽ ഓൾറെഡി എൻ്റർഡ് ആയിട്ട് വരും. ദെൻ നമ്മുടെ രജിസ്റ്റർ നമ്പറിൽ എത്രയാണോ മാർക്കുകൾ വന്നിരുന്നത് അത് ഓൾറെഡി എൻ്റർഡ് ആയിട്ട് വരും. ദെൻ അത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. പിന്നീട് ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ളതാണ് വരുന്നത് സ്റ്റെപ്പ്. അതിൽ നമുക്ക് ഏത് പ്രോഗ്രാമാണോ വേണ്ടത് ആ പ്രോഗ്രാം സെലക്ട് ചെയ്ത് കൊടുക്കുക. കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് കോളേജിൽ ഏതാണോ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് വേണ്ടത് അത് കൊടുക്കുക. കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന് ടൈം ലിമിറ്റ് ഉണ്ട്. കാരണം ഓരോ പ്രോഗ്രാംസും നമ്മൾ സെലക്ട് ചെക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ അക്കൗണ്ട് ചിലപ്പോൾ ലോഗൗട്ടായി പോയി കാണും. നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് അടിച്ചാലും ചിലപ്പോൾ നമ്മുടെ അക്കൗണ്ട് ലോഗൗട്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ID-യും പാസ്വേഡും അടിച്ച് ഓപ്പൺ ആക്കേണ്ടി വരും. അതുകൊണ്ട് ID-യും പാസ്വേഡും ശ്രദ്ധിച്ച് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. ഇവിടെ ഞാൻ കുറച്ച് ഓപ്ഷൻസും കോളേജസും അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് വരുന്ന ഓരോ സബ്ജക്ട്സാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാണ് ആവശ്യമുള്ളത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇതിൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാൻ 6 സെലക്ട് ചെയ്തത്. സേവ് ഓപ്ഷൻ കൊടുക്കുക. അപ്പോഴേക്കും എൻ്റെ അക്കൗണ്ട് ലോഗൗട്ടായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആപ്ലിക്കേഷൻ ID പാസ്വേഡ് അടിച്ച് ഞാൻ ലോഗിൻ ചെയ്തു. ദെൻ പേയ്മെൻ്റ് ആണ് വരുന്നത്. 800 രൂപയാണ് ഫീ പേയ്മെൻറ്റ് വരുന്നത്. പേയ്മെൻറ്റ് ചെയ്യുക. ഗൂഗിൾ പേ ആണ് ചെയ്യുന്നതെങ്കിൽ ഗൂഗിൾ പേ QR കോഡ് വെച്ച് സ്കാൻ ചെയ്ത് ചെയ്യുക. ദെൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ നേരത്ത് +2 മാർക്ക്, ഇൻകം സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, നോൺ ക്രീമി ലെയർ ഉണ്ടെങ്കിൽ നോൺ ക്രീമി ലെയർ സബ്മിറ്റ് ചെയ്യാം. PDF ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഞാൻ അപ്ലോഡ് ചെയ്തപ്പോഴേക്കും വീണ്ടും ലോഗൗട്ടായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വീണ്ടും ലോഗിൻ ചെയ്ത് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും എൻ്റർ ചെയ്ത് വീണ്ടും ലോഗിൻ ചെയ്തു. ദെൻ ഫൈനൽ സബ്മിഷനാണ് വരുന്നത്. ഫൈനൽ സബ്മിഷനിൽ നമ്മുടെ എൻ്റർ ചെയ്ത് കൊടുത്തിരുന്ന ഡീറ്റെയിൽസ് എല്ലാം അവർ PDF ഫോർമാറ്റിലായി കാണിക്കും. നമുക്കത് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. എഡിറ്റ് ചെയ്യുക. ഏത് ഡീറ്റെയിൽസാണ് എഡിറ്റ് ചെയ്യേണ്ടത് അതിൽ എഡിറ്റ് ചെയ്യുക. ദെൻ സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ കൊടുക്കുക. ഐ ഹാവ് റീഡ് ദി അബൌട്ട് ഡിക്ലറേഷൻ ആൻഡ് ഐ അഗ്രി എന്നുള്ള ടിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ സബ്മിറ്റ് ചെയ്യുക.
ദെൻ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡിയും പേരും വരും. ഓക്കെ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രിൻ്റ് എടുത്ത് വയ്ക്കുക. അഡ്മിഷൻ ആയതിനു ശേഷം അത് പ്രിൻ്റ് ഔട്ട് അവിടെ